ബൈബിൾ ക്വസ്റ്റ് 2026 എപ്പിസോഡ് 168 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, സഭാപ്രസംഗി 10 മുതൽ 12 വരെ, ഉത്തമ ഗീതം 1-ാം അധ്യായം, ഗലാത്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കന്നുകാലികളെ തെളിക്കാൻ ഉപയോഗിക്കുന്ന കൂർത്ത ലോഹം പിടിപ്പിച്ച നീണ്ട വടിയുടെ പേരെന്ത്? ഈ ഉപകരണത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഒരു ക്ലൂവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉപകരണം ഫെലിസ്ത്യരിൽ ചിലരെ കൊല്ലുവാൻ ഒരു ന്യായാധിപൻ ഉപയോഗിച്ചു എന്നുള്ളത്. ഉത്തരം മുടിങ്കോൽ എന്നുള്ളതാണ് കേട്ടോ. ഉപമിച്ചത് ജ്ഞാനികളുടെ വചനങ്ങളെയാണ്. ന്യായാധിപൻ ശങ്കർ ഒരു മുടിങ്കോൽ കൊണ്ട് 600 ഫെലിസ്ത്യരെ കൊന്നു എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 3:31 നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരമുള്ളത് സഭാപ്രസംഗി 12:11 അതായത് മുടിങ്കോൽ എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുഷ്പിക്കുന്ന ഒരു മരം ഏത്? ഉത്തരം ബദാം വൃക്ഷം. സഭാപ്രസംഗി 12:5. മൂന്നാമത്തെ ചോദ്യം, ആരാണ് കുരുടന്മാരാകുന്നത്? കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. സഭാപ്രസംഗി 12:3 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, ഭവനത്തിൽ 2 വൃക്ഷങ്ങളുടെ തടി കൊണ്ട് നിർമ്മിച്ച 2 നിർമ്മിതികൾ ഏവ? വൃക്ഷങ്ങൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ദേവദാരു കൊണ്ട്, കഴുക്കോൽ, സരളവൃക്ഷം കൊണ്ട്. ഓക്കെ, ഉത്തമഗീതം 1:17 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, പൗലോസ് തന്റെ ശരീരത്തിൽ ചുമന്നത് എന്ത്? യേശുവിന്റെ ചൂടടയാളം എന്നുള്ളതാണ് ഉത്തരം. ഗലാത്യർ 6:17 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. ആ പോർഷൻസ് കൂടെ നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത പോർഷൻസ് ഉത്തമഗീതം 2 മുതൽ 5 വരെ, എഫേസ്യർ 1-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. കണ്ടിന്യൂസ് ആണ് നമ്മുടെ പോർഷൻസ് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പഠിച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുക കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then it's me Angel signing off. Bye and take care.